വാർത്തകൾ വിശദമായി. SIക്കെതിരെ ആക്രമണം. ആലപ്പുഴ കുത്തിയതോട് SIക്കെതിരെ RSS ആക്രമണം. RSS കാര്യവാഹക് അഡ്വക്കേറ്റ് രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമിച്ചത്. പരിക്കേറ്റ SIയെയും 2 പോലീസുകാരെയും തുറവൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? മറ്റു വിവരങ്ങൾ. സൗമ്യ, ഗുണ്ട ആക്രമണ കേസിലെ പ്രതിയായ ഒരു പ്രതിയെ അന്വേഷിച്ചുകൊണ്ടാണ് പോലീസ് സംഘം RSS കാര്യവാഹകരുമായി ബന്ധപ്പെട്ട സംഘർഷത്തിന് കാരണമായത്. ഇയാളെ ഉച്ചയോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കുത്തിയതോട് അഭിലാഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലാക്കിയത്. ശേഷം വീണ്ടും മറ്റൊരു പ്രതിയെ തേടി പോലീസ് സംഘം പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ഈ സമയം പോലീസ് വാഹനം വളഞ്ഞുകൊണ്ടാണ് RSS കാര്യവാഹക് രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം തടിച്ചുകൂടിയത്. ഇതിനുശേഷം പോലീസ് ജീപ്പിന് നേരെ ആക്രമണം നടത്തുകയുണ്ടായി. ഇത് തടയാനെത്തിയ SIയുടെ കൈ തല്ലി ഒടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. SI ഇപ്പം പരിക്കുകളോടെ തുറവൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൂടെ 2 പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് RSS കാര്യവാഹക് അഡ്വക്കേറ്റ് K രാജേഷ് അടക്കം 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രതികൾ ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് RSSന്റെ ഭാഗത്തു നിന്നും RSSന്റെ ഒരു വിവാഹം അലങ്കോലമാക്കി അല്ലെ തടസ്സപ്പെടുത്തിയെന്ന തരത്തിൽ RSSന്റെ ഭാഗത്തു നിന്നും ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട്. പരിക്കേറ്റ 3 പോലീസ് ഉദ്യോഗസ്ഥരും SI അടക്കമുള്ള 3 പോലീസ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ തുറവൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തോന്നി ആലപ്പുഴ കുത്തിയതോട് SIക്ക് നേരെ RSS ആക്രമണം. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.